ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എസ് ബി കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇഫ്താർ സ്നാക്സാണ്. എല്ലാവരും നോമ്പല്ലേ, അപ്പോൾ നോമ്പ് തുറക്കാൻ നമുക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിനുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഞാനിവിടെ ഒരു വലിയുള്ളി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, കുറച്ച് കറിവേപ്പില, പച്ചമുളക്, പിന്നെ ഉരുളക്കിഴങ്ങ് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുണ്ട്, റിസ്ക് പൊടിച്ച് വെച്ചിട്ടുണ്ട്, ബ്രെഡ് ക്രംസ്. അതെ, അപ്പോൾ എനിക്ക് ബ്രെഡ് കിട്ടില്ല, ഞാൻ റിസ്കിനെ പൊടിച്ച് വെച്ചു. ഇത് നമ്മുടെ സോയാബീനാണ്. അത് നന്നായി വേവിച്ച് ഒന്ന് മിക്സിയിലേക്ക് ക്രഷ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് തുടങ്ങാം. നമുക്ക് അടുത്ത് വെക്കാം. ചട്ടി ചൂടായി വരുന്നുണ്ട്. നമുക്കിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ഓയിൽ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് അതിൽ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി ചേർത്തെടുത്ത് കൊടുക്കാം. കറിവേപ്പില, പച്ചമുളക് നന്നായി വഴറ്റും. ഇത് നന്നായി വഴന്നു കഴിയുമ്പോൾ നമുക്ക് സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. സവാള അരിഞ്ഞിട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. നന്നായി വഴറ്റി കൊടുക്കാം. ഒരുപാട് മതിയൊന്നും വേണ്ട ഉള്ളി, എന്നാലും ഒന്ന് വേവ് ചെയ്യണം. ഇത് നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാനിവിടെ പൊടികൾ എടുത്തിട്ടുണ്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, പെരുംജീരകപ്പൊടി, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ഗരം മസാല. നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം പോകുന്നത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ പൊടികളെല്ലാം നന്നായി വഴറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഉരുളക്കിഴങ്ങ് പൊടിച്ചിട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഇതിപ്പോൾ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട്. വേവേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ ഉരുളക്കിഴങ്ങ് ഓൾറെഡി വേവിച്ച് വെച്ചതാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ സോയാബീൻ പൊടിച്ച് വെച്ചതല്ലേ, അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിനെ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 20 വേവാണെന്നില്ല, അപ്പോൾ നമുക്ക് ചെയ്യാം, തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തിട്ട് ഒന്ന് ചൂടാകുന്ന വരെ വെയിറ്റ് ചെയ്യാം. അതിനിടയിൽ ബാക്കിയൊരു പണിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിതിൽ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതൊരു ബാറ്ററി പരുവത്തിലാക്കാം. ഒരു മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകുന്നത്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മൈദമാവ് തന്നെ ഒരുപാട് തിക്കല്ല ഒരുപാട് ലൂസും ഇല്ലാത്ത രീതിയിൽ കുറച്ച് കലക്കി വയ്ക്കാം. ഇനി കലക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ മസാല എടുത്ത് നമുക്ക് റെഡിയാക്കാം. നമ്മുടെ മസാല നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഏത് ഷേപ്പിനാണോ വേണ്ടത് ആ ഷേപ്പിനെടുത്ത് നമുക്ക് ഷേപ്പാക്കി വയ്ക്കാം. ഞാനിപ്പോൾ ഈ ഷേപ്പിലാണ് ആക്കിയെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് ഷേപ്പിലാണ് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാണ് ആക്കിയെടുത്തിരിക്കുന്നത്. നമുക്ക് ഇതിനെ മൈദാമാവിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലും നന്നായി കോട്ട് ചെയ്തെടുക്കാം. നന്നായി കോട്ട് ചെയ്തിട്ട് നമുക്ക് മാറ്റി വയ്ക്കാം. അതേപോലെ ഇതും അതേപോലെ ചെയ്യാം. നന്നായി ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്താം. അങ്ങനെ ഓരോന്നും കോട്ട് ചെയ്ത് തരാം. ഞാനിപ്പോൾ ഇവിടെ മൈദയിൽ ബ്രെഡ് ക്രംസിലും സെറ്റാക്കി വെച്ചതാണ്. ഇത് നമുക്ക് എണ്ണ ചൂടായിരിക്കുന്നത് ചൂടായി എണ്ണയ്ക്ക് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇത് നന്നായിട്ട് രണ്ട് സൈഡൊന്നും മുറിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മളിത് നല്ല ഗോൾഡൻ ബ്രൗണിഷ് കളറായിട്ടുണ്ട്. നമുക്കിത് എടുക്കുന്നുണ്ട്. ബാക്കിയുള്ളതെല്ലാം ഇതേപോലെ പൊരിച്ചെടുക്കാം. നമ്മളെല്ലാം ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.